सामने सनम होगा, दूर दिल से गम होगा, वजा के दीवानों पे अब तो बस करम होगा. ഇഷ്കിന്റെ പേമാരി ഒഴുകുന്ന ഓരോ ഇൻസിനും ഹാജായും അജ്മീറും പ്രണയ ലഹരിയാണ്. തജല്ലിയത്തിന്റെ നൂറിനെ പോലെ തിളങ്ങുന്ന ഹാജ, ഫിക്കറുകൾ ഇല്ലാത്ത ഫക്കീറുകളെ ചേർത്തണയ്ക്കുന്ന ഹാജ. ഇല്ല ഇല്ല ദുനിയാവിൽ അങ്ങയെ പോലൊരു ഗുരുനാഥൻ, ഇല്ല ഇല്ല ദുനിയാവിൽ അങ്ങയെ പോലൊരു ഹാജ. നമസ്കാരം. കേരള മുസ്ലിം ജമാഅത്ത് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സുൽത്താൻ ഹിന്ദ് അജ്മീർ ഖാജ അനുസ്മരണാനുഗ്രഹ പ്രഭാഷണം പ്രകീർത്തന വേദിയും ഒരുക്കുന്നു. ഇന്ന് വൈകിട്ട് 6-ന് ആലുവയിൽ നടക്കുന്ന പരിപാടിയിൽ ചൂർണിക്കര പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംസ്ഥാന നേതാക്കളായ ഡോക്ടർ മുഹമ്മദ് കുഞ്ഞ് സക്കാഫിയും സിദ്ദീഖ് സക്കാഫി കൊല്ലവും പ്രഭാഷണങ്ങൾക്ക് നേതൃത്വം നൽകും. ഹിജ്റ 522 ഖുറാസാനിലെ സജിസ്ഥാനിൽ ആയിരുന്നു ഷെയ്ഖ് ഖാജ മൊയ്നുദ്ദീൻ ചിസ്തി അജ്മീർ ജനിച്ചതും വളർന്നതും. അദ്ദേഹത്തിന്റെ 15-ാം വയസ്സിൽ പിതാവ് മരണപ്പെട്ടു. പിന്നീട് നീണ്ട വർഷങ്ങൾ മതപഠനത്തിലും ആധ്യാത്മിക രംഗത്തും പ്രവേശിച്ചതോടെ ലൗകിക സുഖങ്ങൾ വെടിയുകയും ആത്മീയപാത തുടരുകയും ചെയ്തു. ഹിജ്റ 561 40 അനുയായികൾക്കൊപ്പം അജ്മീറിൽ വന്നതാണ് ഖാജ തങ്ങൾ. രജപുത്ര രാജാക്കന്മാരുടെ ഭരണകാലത്താണ് എത്തിയതെന്ന് ഗ്രന്ഥങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. വിശദീകരണമായി SMA ജില്ലാ സെക്രട്ടറി അബ്ദുല്ല നദ്വി കാമിൽ ചേരുന്നു. മഹാനായ ചിസ്തി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവരുടെ മക്ബറയിൽ പട്ട് ചാർത്താതെ അധികാരമേൽക്കാറില്ല. ഇന്ത്യയുടെ നിലവിലുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ അധികാരമേറ്റതിന് ശേഷം 4 തവണയിൽ കൂടുതൽ പട്ട് ചാർത്തിയതായി പത്രദ്വാര നാമൊക്കെ വായിച്ചിട്ടുണ്ട്. മഹാൻ ഇന്ത്യയുടെ അധിപനാണ്, ഇന്ത്യയുടെ സുൽത്താനാണ്. ഒട്ടനവധി ആളുകൾ മഹാനവറുകളുടെ തർബിയത്തിലൂടെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന വ്യക്തിത്വമാണ്. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഉത്ബോധനം ഏറ്റുവാങ്ങി ഇബ്നു നവാസ് ഖാജ മഈനുദ്ദീൻ ചിസ്തി അജ്മീരി ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് ഇന്ത്യയിലേക്ക് പ്രബോധനാർത്ഥം കടന്നു വന്നതാണ്. മഹാനവറുകളെ പിൻപറ്റാൻ നമുക്കൊക്കെ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കൂടുതൽ ജനകീയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം ജലാൽ മുപ്പത്തരം.